എല്ലാവർക്കും നമസ്കാരം. ഫിറ്റർ ഫസ്റ്റ് ഇയർ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നോമൻക്ലേച്ചർ ഓഫ് സിംഗിൾ പോയിൻ്റ് കട്ടിംഗ് ടൂൾസ് എന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ്. എൻ്റെ പേര് രാധാകൃഷ്ണൻ, അരീക്കോട് ITയിലെ സീനിയർ ഇൻസ്ട്രക്ടറാണ്. ലെയ്ത്തുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ക്ലാസ്സുകൾ മുമ്പെടുത്തിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലെയ്ത്ത് കട്ടിംഗ് ടൂളുമായി ബന്ധപ്പെട്ട ക്ലാസ്സാണ് എടുക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ സിംഗിൾ പോയിൻ്റ് കട്ടിംഗ് ടൂളിനെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. ലെയ്ത്ത് കട്ടിംഗ് ടൂൾസ് ആർ ഡിവൈഡഡ് ഇൻ ടു 2 ഗ്രൂപ്പ്സ്. ദീസ് ആർ സിംഗിൾ പോയിൻ്റ് കട്ടിംഗ് ടൂൾസ് ആൻഡ് മൾട്ടി പോയിൻ്റ് കട്ടിംഗ് ടൂൾസ്. അപ്പോൾ ലെയ്ത്ത് കട്ടിംഗ് ടൂൾസിനെ പ്രധാനമായിട്ട് 2 ഗ്രൂപ്പുകളായി തിരിക്കാം. അത് ഒന്ന് സിംഗിൾ പോയിൻ്റ് കട്ടിംഗ് ടൂളും മൾട്ടി പോയിൻ്റ് കട്ടിംഗ് ടൂളാണ്. സിംഗിൾ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സോളിഡ് ടൂളായിട്ട് സാധാരണ ഉപയോഗിക്കുന്ന ടൂൾസുകളൊക്കെ മിക്കവാറും സിംഗിൾ പോയിൻ്റ് ടൂളാണ്. ഇനി അതിൽ ഹാൻഡ് ചേസർ പോലുള്ള ടൂളുകളൊക്കെ മൾട്ടി പോയിൻ്റ് കട്ടിംഗ് ടൂളുകളും നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇനി സിംഗിൾ പോയിൻ്റ് കട്ടിംഗ് ടൂൾ നോമൻക്ലേച്ചർ വെച്ച് പറയാം. അതിൻ്റെ പ്രധാനമായ ഭാഗങ്ങൾ ടൂൾസിൻ്റെ. ദ ടൂൾ ആക്ട്സ് ലൈക്ക് എ വെഡ്ജ് ഡ്യൂറിങ് ടേണിങ്. നമ്മൾ ടേൺ ചെയ്യുമ്പം ഒരു ടൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വെഡ്ജ് പോലെ, ഒരു പൂൾ ആപ്പ് പോലെയൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു ടൂളാണ് ഉപയോഗിക്കുന്നത്. ദി വെഡ്ജ് ഷേപ്പ്ഡ് കട്ടിംഗ് എഡ്ജ് പെനിട്രേറ്റ്സ് ഇൻ ടു വർക്ക് ആൻഡ് റിമൂവൽ ഓഫ് മെറ്റൽ. അങ്ങനെ നമുക്കൊരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു പീസ് കൊണ്ട് മാത്രം നമുക്ക് വെൽഡ് ചെയ്യാൻ പറ്റില്ല. അത് കറക്റ്റായിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് അതിന് മൂർച്ച വരുത്തണം. ടൂളിന് മൂർച്ച വരുത്താൻ വേണ്ടി നമുക്ക് എല്ലാ ഭാഗങ്ങളും ഗ്രൈൻഡ് ചെയ്തിട്ട് ഒരു കട്ടിംഗ് പോയിൻ്റ് മാത്രം വർക്കിൽ ടച്ച് ചെയ്യുന്ന രൂപത്തിൽ ആക്കി വെക്കണം. ഇതാണ് നമ്മൾ ഗ്രൈൻഡ് ചെയ്യുന്നത് സാധാരണഗതിയിൽ. അപ്പോൾ അങ്ങനെ വെഡ്ജ് ഷേപ്പ്ഡ് കട്ടിംഗ് ടൂൾ മാത്രമേ നമുക്ക് വർക്കിലേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ദിസ് നെസസിറ്റീസ് ദ ഗ്രൈൻഡിങ് ഓഫ് എ ടൂൾ കട്ടിംഗ് എഡ്ജ് ടു എ വെഡ്ജ് ഷേപ്പ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വെഡ്ജ് ഷേപ്പിൽ കട്ടിംഗ് ടൂള് ഗ്രൈൻഡ് ചെയ്യേണ്ടത് ആവശ്യമാണ്. വെൻ വി ഷാർപ്പൺ എ പെൻസിൽ വിത്ത് എ പെൻ നൈഫ് ബൈ ട്രയൽ ആൻഡ് എറർ, we find that the knife must be presented to a wood at a definite angle if success to be achieved. നമുക്കൊരു പേനക്കത്തി ഉപയോഗിച്ച് ഒരു പെൻസിൽ ഷാർപ്പൻ ചെയ്യണമെങ്കിൽ നമ്മൾ കൃത്യമായ ആംഗിളിൽ കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ആ പെൻസിൽ കൃത്യമായി കൂർപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ അതിൽ കൃത്യമായ ആംഗിൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഒരു കത്തി ഉപയോഗിച്ച് നമുക്ക് പെൻസിൽ കൂർപ്പിക്കണമെങ്കിലും അതിന് കൃത്യമായ ആംഗിൾ വേണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ആ പെൻസിൽ കൃത്യമായി ഷാർപ്പൻ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇഫ് ഇൻ ദ പ്ലേസ് ഓഫ് എ വുഡൻ പെൻസിൽ എ പീസ് ഓഫ് സോഫ്റ്റ് മെറ്റൽ സച്ച് ആസ് ബ്രാസ് ഈസ് കട്ട്, ഇറ്റ് വിൽ ഫൗണ്ട് ദാറ്റ് ദ കട്ടിംഗ് എഡ്ജ് ഓഫ് ദ ബ്ലേഡ് സൂൺ ബിക്കം ബ്ലണ്ട് ആൻഡ് ദ കട്ടിംഗ് എഡ്ജ് ഗെറ്റ്സ് ക്രംബിൾഡ്. നമുക്ക് ഈ പെൻസിലിന് പകരം അതിന് പകരമായിട്ടൊരു ബ്രാസ് കൊണ്ടുണ്ടാക്കിയൊരു മെറ്റൽ പീസാണ്. അതാണ് നമ്മൾ ഇതേമാതിരി ഷാർപ്പൻ ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും സാധാ പേനകത്തി ഉപയോഗിച്ചിട്ടോ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ പേനകത്തി എന്താവും, ബ്ലണ്ടാവും, അതിന് കട്ടിംഗ് പോയിൻ്റ് നഷ്ടപ്പെടുകയും ചെയ്യും. അത് കാരണം അത് ലൈറ്റ് പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. ഫോർ ദി ബ്ലേഡ് ടു കട്ട് ബ്രാസ് സക്സസ്ഫുള്ളി ദ കട്ടിംഗ് എഡ്ജ് മസ്റ്റ് ബി ഗ്രൗണ്ട് ലെസ് അക്യൂട്ട് ആംഗിൾ. അങ്ങനെ നമുക്ക് ബ്രാസ് ഷീറ്റ് ചെയ്യണമെങ്കിൽ അതിന് വേറെ രൂപത്തിൽ ഗ്രൈൻഡ് ചെയ്ത ഒരു ഇത് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സാധാ കത്തി നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ദി ആംഗിൾ ഷോൺ ഇൻ ഫിഗർ 1 ഈസ് കാൾഡ് ക്ലിയറൻസ് ആംഗിൾ ആൻഡ് ദാൻ ഷോൺ 2 ആസ് വെഡ്ജ് ആംഗിൾ. അപ്പോൾ അതിൽ ശ്രദ്ധിക്കുക, നമ്മൾ മുകളിൽ കാണിച്ചിരിക്കുന്നത് ഒരു വുഡ് കട്ട് ചെയ്യണമെങ്കിൽ എന്ന് കരുതുക, അതിനൊരു ആംഗിളാണ് കാണിച്ചിരിക്കുന്നത്. വുഡ് കട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒന്നുകൂടി മൂർച്ച കൂട്ടിയെടുക്കാം എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി അക്യൂട്ട് ആംഗിളാക്കി എടുക്കാം. താഴെ കാണിച്ചിരിക്കുന്നത് നമ്മളൊരു മെറ്റൽ കട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ആംഗിളാണ്. അതിന് ചിലപ്പോൾ നമുക്ക് കുറച്ചും കൂടി ആംഗിൾ കൂട്ടിയെടുക്കാം, ആ വെഡ്ജ് ആംഗിൾ ഒന്നും കൂടി കൂട്ടിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ ഓരോ ഉപയോഗത്തിനും നമ്മൾ വളരെ ഇപ്പോൾ ഉദാഹരണമായിട്ട് ബ്ലേഡിൻ്റെ മൂർച്ചയും ഒരു കത്തിയുടെ മൂർച്ചയായിട്ട് മാറ്റമുണ്ട്. അതുപോലെ തന്നെയാണ് ഇതിലും പറയുന്നത്. അടുത്തായിട്ട് പറയാൻ പോകുന്നത് ആംഗിൾസ് ഗ്രൗണ്ട് ഓൺ എ ലെയ്ത്ത് കട്ടിംഗ് ടൂൾ. ഒരു ലെയ്ത്ത് കട്ടിംഗ് ടൂളിൻ്റെ ഏതൊക്കെ ആംഗിളുണ്ട്, ഏതൊക്കെ ആംഗിളാണ് നമ്മൾ ഒരു ലെയ്ത്ത് കട്ടിംഗ് ടൂളിൽ ഗ്രൈൻഡ് ചെയ്യേണ്ടതെന്നാണ് പറയാൻ പോകുന്നത്. പലതരത്തിലുള്ള ആംഗിൾസ് ഉണ്ട്. All the angles given below may not be located or found every tool. ഈ താഴെ പറയുന്ന എല്ലാ ആംഗിളും എല്ലാ ടൂളിനും ഒരേപോലെ ഉണ്ടായിരിക്കണമെന്നില്ല. As an example of roughing tool is chosen, the angle of clearances tool are.
ഇപ്പോൾ ഒരു റഫിംഗ് ടൂളാണ്, നമുക്ക് റഫായിട്ട് റഫായിട്ട് ടേൺ ചെയ്യാനുള്ള ടൂളാണെങ്കിൽ അത് താഴെ പറയുന്ന ആംഗിൾസൊക്കെ ഉണ്ടായിരിക്കും. അപ്പം ഇനി ഏതൊക്കെയാണ് ഒരു ടൂളിൻ്റെ ആംഗിൾ ശ്രദ്ധിക്കുക, ചിത്രം ശ്രദ്ധിക്കുക. ഫസ്റ്റ് അപ്രോച്ച് ആംഗിൾ. ഒരു അപ്രോച്ച് ആംഗിൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിന് പേരാണ് നമ്മൾ അപ്രോച്ച് ആംഗിൾ എന്ന് പറയുന്നത്, അപ്രോച്ച് ആംഗിൾ. ഇനി രണ്ടാമത്തത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ആ അപ്രോച്ച് ആംഗിളിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അപ്രോച്ച് ആംഗിളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ട്രയൽ ആംഗിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി മൂന്നാമത്തതായിട്ടുള്ള പറയുന്നത് ഒരു ടോപ്പ് റേക്ക് ആംഗിൾ, മുകളിൽ കാണുന്ന ഒരു ടോപ്പ്, ഒരു കട്ടിംഗ് ടൂളിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു ടോപ്പ് റേക്ക് ആംഗിൾ നമുക്ക് കാണാൻ പറ്റും. കട്ടിംഗ് ടൂളിൻ്റെ മുകളിലാണ് ഈ ടോപ്പ് റേക്ക് ആംഗിൾ ഉള്ളത്. ഈ കാണുന്നതാണ് ടോപ്പ് റേക്ക് ആംഗിൾ, കട്ടിംഗ് ടൂളിൻ്റെ മുകളിൽ ടോപ്പ് റേക്ക് ആംഗിൾ. ഇനി അതിന് നാലാമതായിട്ട് അതിന് കാണിച്ചിരിക്കുന്നത് സൈഡ് റേക്ക് ആംഗിളാണ്. സൈഡ് റേക്ക് ആംഗിൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതാണ് സൈഡ് റേക്ക് ആംഗിൾ. ഇനി അഞ്ചാമത്തെ കാണാൻ പറ്റും ഫ്രണ്ടിൽ കാണുന്ന ആംഗിൾ, ഫ്രണ്ടിൽ താഴെ കാണുന്ന ആംഗിൾ ഫ്രണ്ട് ക്ലിയറൻസ് ആംഗിൾ. ഈ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്, ഫ്രണ്ട് ക്ലിയറൻസ് ആംഗിൾ കാണാൻ പറ്റും അഞ്ചാമത്തെ. പിന്നെ അടുത്തത് ആറാമത്തായിട്ട് സൈഡ് ക്ലിയറൻസ് ആംഗിൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതാണ് സൈഡ് ക്ലിയറൻസ് ആംഗിൾ എന്ന് പറയുന്നത്. അങ്ങനെ ഓരോന്നിനും കൃത്യമായ ആംഗിൾസ് ഉണ്ട്. അപ്പോൾ ഈ ആംഗിൾസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇനി ഓരോ ആംഗിൾസായിട്ട് നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് അപ്രോച്ച് ആംഗിൾ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ദിസ് ഈസ് ആൾസോ നോൺ ആസ് സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ. ഇതിന് സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ എന്ന് വിളിക്കുന്നു. ദിസ് ഈസ് ഗ്രൗണ്ട് ഓൺ ദ സൈഡ് ഓഫ് ദ കട്ടിംഗ് ടൂൾ. ഇത് കട്ടിംഗ് ടൂളിൻ്റെ സൈഡിലാണ് ഗ്രൈൻഡ് ചെയ്യുന്നത്. ദ കട്ടിംഗ് വിൽ ഒബ്ലിക് വൈൽ കട്ടിംഗ്. ദ കട്ടിംഗ് വിൽ ബി ഒബ്ലിക് വൈൽ കട്ടിംഗ്. ഈ കട്ടിംഗ് ഇതിൽ ഒബ്ലിക്കാണ്, സൈഡിലേക്ക് ചെരിഞ്ഞാണ് വരുന്നത്. ദ ആംഗിൾ ഗ്രൗണ്ട് മേ ബി റേഞ്ച് ഫ്രം 25 to 40 ഡിഗ്രി. സ്റ്റാൻഡേർഡ് 30 ഡിഗ്രി ആംഗിൾ ഈസ് നോർമലി പ്രൊവൈഡഡ്. ഇപ്പോൾ സാധാരണഗതിയിൽ 25 മുതൽ 40 ഡിഗ്രി ആംഗിൾ വരെയാണ് ഗ്രൈൻഡ് ചെയ്യുന്നത്. പക്ഷേ നോർമൽ യൂസിന് നമുക്ക് 30 ഡിഗ്രി ആംഗിളാണ് ഉപയോഗിക്കുന്നത്. ദി ഒബ്ലിക് കട്ടിംഗ് മേ ബി അഡ്വാൻറ്റേജസ് ഓവർ ദി ഓർത്തോഗണൽ കട്ടിംഗ് വിച്ച് ദ കട്ടിംഗ് എഡ്ജ് ഈസ് സ്ട്രെയിറ്റ്. അപ്പോൾ രണ്ട് തരം ആംഗിൾ പറയാറുണ്ട്, ഓർത്തോഗണലും ഒബ്ലിക്കും. അടുത്ത ചിത്രത്തിൽ കാണാൻ പറ്റും. ഇതിൽ ഓർത്തോഗണൽ ഇടതുവശത്ത് കൊടുത്തിട്ടുണ്ട്, ഒബ്ലിക്ക് വലതുവശത്തും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വ്യത്യാസം നോക്കി മനസ്സിലാക്കുക. അപ്പോൾ ഓർത്തോഗണൽ എന്ന് പറഞ്ഞാൽ അതിന് ഓർത്തോഗണൽ കൂടുതൽ നമുക്ക് ഉപയോഗപ്പെടുന്ന ഒബ്ലിക് കട്ടിങ്ങാണ് ഉപയോഗിക്കുന്നത്. മോർ ഡെപ്ത് ഓഫ് കട്ട് ഗിവൺ ഇൻ ദ കേസ് ഓഫ് ഒബ്ലിക് കട്ടിംഗ് സിൻസ് വെൻ ദ ടൂൾ ഫെഡ് ഇൻ ടു വർക്ക് ദ കോണ്ടാക്ട് സർഫസ് ടൂൾ ഇൻക്രീസസ് ഗ്രാജുവലി ദ ടൂൾ അഡ്വാൻസസ്. ഈ ഒബ്ലിക് കട്ടിങ്ങിൽ സാധാരണ ടൂൾ ഗ്രാജുവലായിട്ട് വളരെ സാവധാനം ടൂൾ വർക്കിലേക്ക് എത്തുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അത് നമുക്ക് കൂടുതൽ ഉപയോഗപ്രദമാണ്. ഇൻ ദി കേസ് ഓഫ് ഓർത്തോഗണൽ കട്ടിങ്ങിൽ ദ ലെങ്ത് ഓഫ് ദി കട്ടിംഗ് എഡ്ജ് for a given depth fully contacts the work when the beginning does not give sudden maximum load on the tool face. അത് നമുക്ക് ഓർത്തോഗണൽ കട്ടിലെ ആ ഒരു കൂടുതൽ ലോഡ് സൈഡിലേക്കൊക്കെ ടച്ച് വരുന്നുണ്ട്. അതാണ് ഇതിൻ്റെ വ്യത്യാസം. അതൊരു ഗ്രാജുവലായിട്ടുള്ള മൂവ്മെൻറ്റ്, ഒറ്റയടിക്ക് ടച്ച് വന്നിട്ട് ടൂൾ പൊട്ടാൻ സാധ്യതയുണ്ട്. ദ ഏരിയ ഓവർ ദി ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഗ്രേറ്റർ ഇൻ ഒബ്ലിക് കട്ടിങ്ങിൽ ഹീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ ഏരിയ കൂടുതലാണ്. അപ്പോൾ അധികം നമ്മൾ ഒബ്ലിക് കട്ടിങ് ടൂളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത ആംഗിളിനെ പറ്റി പരിചയപ്പെടാം, ട്രയൽ ആംഗിൾ. നമ്മൾ ഒരു ഭാഗത്തെ ആംഗിൾ പഠിച്ചു, അപ്രോച്ച് ആംഗിൾ. അതിന് നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഒരു ആംഗിൾ ഉണ്ട്, അതാണ് ട്രയൽ ആംഗിൾ. ഇറ്റ് ഈസ് നോൺ ആസ് എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ. ഇതിന് എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ എന്ന് പറയുന്നു. ആൻഡ് ഗ്രൗണ്ട് അറ്റ് 30 ഡിഗ്രി ടു ദ ലൈൻ പെർപെൻഡിക്കുലർ ടു ദി ആക്സിസ് ഓഫ് ടൂൾ ആസ് ഇല്ലസ്ട്രേറ്റഡ്. അപ്പോൾ ഇതിൽ കാണിച്ച മാതിരി 30 ഡിഗ്രി ആംഗിളാണ് സാറിന് ഇതിൽ ട്രയൽ ആംഗിൾ ചെയ്യുന്നത്. ദി അപ്രോച്ച് ആംഗിൾ ആൻഡ് ട്രയൽ ആംഗിൾ ഗ്രൗണ്ട് വിൽ ഫോം ദ വെഡ്ജ് ആംഗിൾ ഓഫ് 90 ഡിഗ്രി ഫോർ ദ ടൂൾ. ഈ അപ്രോച്ച് ആംഗിളും ട്രയൽ ആംഗിളും രണ്ടും കൂടി ഏകദേശം 90 ഡിഗ്രി ആംഗിളാണ് നമ്മളിതിൽ ഫോം ചെയ്യുന്നത്. അടുത്ത ടോപ്പ് ഓർ ബാക്ക് റേക്ക് ആംഗിൾ. ഇത് ബാക്ക് റേക്ക് ആംഗിളാണ് പറയുന്നത്.
ശ്രദ്ധിക്കുക, ഏറ്റവും ടോപ്പിൽ കൊടുക്കുന്ന ആംഗിളാണത്. ദ റേക്ക് ആംഗിൾ ഗ്രൗണ്ട് ഓൺ ദ ടൂൾ കൺട്രോൾസ് ദ ജോമെട്രി ഓഫ് ചിപ്പ് ഫോർമേഷൻ. ഇതിൽ നമ്മൾ ചിപ്പ് നമ്മൾ ബാക്കിലേക്ക് ഇത് ടച്ച് ചെയ്യുമ്പോൾ പുറകോട്ട് വലിഞ്ഞ് വരും. ഇങ്ങനെ ആ ചിപ്പ് ഫോർമേഷനായിട്ട് ബന്ധപ്പെട്ട മെയിനായിട്ടൊരു ആംഗിളാണ് ടോപ്പ് ഓർ ബാക്ക് റേക്ക് ആംഗിൾ. ഇത് മുകളിലാണുള്ളത്, അതുപോലെ ബാക്കോട്ടാണ് ആംഗിൾ വരുന്നത്. ദർബൈ ഇത് കൺട്രോൾസ് ദി കട്ടിംഗ് ആക്ഷൻസ് ടൂൾ. ഈ ടൂളിൻ്റെ കട്ടിംഗ് ആക്ഷൻ കൺട്രോൾ ചെയ്യുന്നു. ദ ടോപ്പ് ഓർ ബാക്ക് ആംഗിൾ ഓഫ് ദ ടൂൾ ഈസ് ഗ്രൗണ്ട് ഓൺ ദ ടോപ്പ് ഓഫ് ദി ടൂൾ ആൻഡ് ഈസ് ദ സ്ലോപ്പ് ഫോംഡ് ബിറ്റ്വീൻ ദ ഫ്രണ്ട് ഓഫ് ദ കട്ടിംഗ് എഡ്ജ് ആൻഡ് ടോപ്പ് ഓഫ് ദി ഫേസ്. ഈ ടോപ്പ് ഓർ ബാക്ക് റേക്ക് ആംഗിൾ നമ്മൾ ടൂളിൻ്റെ മുകളിലാണ് ഗ്രൈൻഡ് ചെയ്യുന്നത്. ആ സ്ലോപ്പ് മുകളിൽ നിന്ന് ബാക്കോട്ടിലോട്ട് വരുന്നു. ഇഫ് ദ സ്ലോപ്പ് ഈസ് ഫ്രം ദ ഫ്രണ്ട് ടുവാർഡ്സ് ദ ബാക്ക് ഓഫ് ദ ടൂൾ ഇറ്റ് ഈസ് നോൺ ആസ് ദ പോസിറ്റീവ് റേക്ക് ആംഗിൾ. നമ്മൾ രണ്ട് തരത്തിലുള്ള ഗ്രൈൻഡിങ് ആണ് ഇതിൽ ചെയ്യുന്നത്. ചിത്രം ശ്രദ്ധിക്കുക. ഈ മുകളിൽ കാണുന്ന ചിത്രത്തിൽ ഫ്രണ്ടിൽ നിന്ന് പുറകിലോട്ടാണ് ഇത് കാണിച്ചിരിക്കുന്നത് ചെരിവ്. എന്നാൽ താഴത്തുള്ള ചിത്രത്തിൽ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ടാണ് ചെരിവ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം രണ്ട് തരത്തിലാണ് ആംഗിൾ. അപ്പോൾ ഇതിന് രണ്ടും ഒന്ന് പോസിറ്റീവ് റേക്ക് ആംഗിൾ എന്നും ഒന്ന് നെഗറ്റീവ് റേക്ക് ആംഗിൾ എന്നും ഇതിന് പറയുന്നു. ഇഫ് ദ സ്ലോപ്പ് ഈസ് ഫ്രം ദ ഫ്രണ്ട് ടുവാർഡ്സ് ദ ബാക്ക് ഓഫ് ദ ടൂൾ, ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്കാണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നത് പോസിറ്റീവ് റേക്ക് ആംഗിൾ എന്നാണ് വിളിക്കുന്നത്. ആൻഡ് ഇഫ് ദ സ്ലോപ്പ് ഫ്രം ദ ബാക്ക് ടു ദ ടൂൾ ടുവാർഡ്സ് ദ ഫ്രണ്ട്, ഇനി അതല്ല ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ടാണ് ചെരിവ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കൽ നെഗറ്റീവ് റേക്ക് ആംഗിൾ എന്ന് വിളിക്കുന്നു, നെഗറ്റീവ് ബാക്ക് റേക്ക് ആംഗിൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ രണ്ട് തരത്തിലുള്ള ആംഗിൾസ് വരുന്നുണ്ട്, പോസിറ്റീവ് റേക്ക് ആംഗിളും നെഗറ്റീവ് റേക്ക് ആംഗിളും. ദ ടോപ്പ് റേക്ക് ആംഗിൾ മേ ഗ്രൗണ്ട് പോസിറ്റീവ്, നെഗറ്റീവ് ഓർ സീറോ അക്കോർഡിംഗ് ടു ദി മെറ്റീരിയൽ ടു ബി മെഷീൻഡ്. ഈ ഓരോ കട്ട് ചെയ്യുന്ന മെറ്റീരിയലിനനുസരിച്ച് ഈ ടോപ്പ് റേക്ക് ആംഗിൾ ചിലപ്പോൾ പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആകാം, അല്ലെങ്കിൽ സീറോ ആകാം. അപ്പോൾ ഗ്രൈൻഡ് ചെയ്യാതെ ഇരിക്കാം. അങ്ങനെ മൂന്ന് തരത്തിലുള്ള ആംഗിൾസാണ് ടോപ്പിൽ വരുന്നത്. വെൻ ടേണിംഗ് സോഫ്റ്റ് ഡക്റ്റൈൽ മെറ്റീരിയൽസ് വിച്ച് ഫോം കർലി ചിപ്സ് ദ പോസിറ്റീവ് ടോപ്പ് റേക്ക് ആംഗിൾ ഗ്രൗണ്ട് വിൽ ബി കമ്പാരേറ്റീവ്ലി മോർ ദാൻ ദ ടേണിംഗ് ഹാർഡ് ബ്രിട്ടിൽ മെറ്റീരിയൽസ്. അപ്പോൾ അതിൽ നമ്മൾ സോഫ്റ്റ് ഡക്റ്റൈൽ മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് പോസിറ്റീവ് റേക്ക് ആംഗിളാണ് ഉപയോഗിക്കുന്നത്. വെൻ ടേണിംഗ് ഹാർഡ് മെറ്റൽസ് വിത്ത് കാർബൈഡ് ടൂൾസ് ഇറ്റ് ഈസ് യൂഷ്വൽ പ്രാക്ടീസ് ഗിവ് എ നെഗറ്റീവ് ടോപ്പ് റേക്ക്. ഇനി അതല്ല ഹാർഡ് മെറ്റൽസ് ആണ് നമ്മൾ ചെയ്യുന്നത് കാർബൈഡ് ടൂൾ ഉപയോഗിച്ചിട്ട്, അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് നെഗറ്റീവ് ടോപ്പ് റേക്കാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. നെഗറ്റീവ് ടോപ്പ് റേക്ക് ടൂൾസ് ഹാവ് മോർ സ്ട്രെങ്ത് ദാൻ ടൂൾസ് വിത്ത് പോസിറ്റീവ് ടോപ്പ് റേക്ക് ആംഗിൾസ്. അപ്പോൾ നെഗറ്റീവ് റേക്ക് ആംഗിൾ കൂടുതൽ സ്ട്രെങ്ത് കിട്ടും ടോപ്പിനേക്കാളും. അടുത്തോട്ട് പറയാൻ പോകുന്നത് സൈഡ് റേക്ക് ആംഗിൾ. ഇപ്പോൾ നമ്മൾ പഠിച്ചത് ടോപ്പ് റേക്ക് ആംഗിൾ എന്നാൽ ഫ്രണ്ടിൽ നിന്ന് പുറകോട്ടാണ് വരുന്നത് ടോപ്പിലേക്ക്. എന്നാൽ സൈഡ് റേക്ക് ആംഗിൾ മുകളിൽ നിന്ന് ഒരു സൈഡിലേക്ക് പോകുന്ന ആംഗിളാണ് സൈഡ് റേക്ക് ആംഗിൾ. എ സൈഡ് റേക്ക് ആംഗിൾ ഈസ് ദി സ്ലോപ്പ് ബിറ്റ്വീൻ ദ സൈഡ് ഓഫ് ദ കട്ടിംഗ് എഡ്ജ് ടു ദ ടോപ്പ് ഫേസ് ഓഫ് ദ ടൂൾ വിഡ്ത്ത് വൈസ്. അതിൽ വീതിയിലാണ് ഇത് ചെയ്യുന്നത്. അത് ടോപ്പിൽ തന്നെയാണ്. ടോപ്പിൽ നിന്ന് സൈഡിലേക്ക് പോകുന്ന ആംഗിളാണ് സൈഡ് റേക്ക് ആംഗിൾ. ദ സ്ലോപ്പ് ഫ്രം ദ കട്ടിംഗ് എഡ്ജ് ടു ദ റിയർ സൈഡ് ഓഫ് ദ ടൂൾ, ആ ഒരു കട്ടിങ് ചേരുന്നതാണ് സൈഡിലേക്ക് വരുന്ന ടൈപ്പാണ് വരുന്നത്. ഇറ്റ് വാരീസ് ഫ്രം 0 to 20 ഡിഗ്രി അക്കോർഡിംഗ് ടു ദി മെറ്റീരിയൽ ടു ബി മെഷീൻഡ്. നമ്മൾ ഉപയോഗിക്കുന്ന മെഷീൻ ചെയ്യുന്ന മെറ്റീരിയൽ അനുസരിച്ച് അത് 0 മുതൽ 20 ഡിഗ്രി വരെ കാണിച്ചിട്ടുണ്ട്. ദ ടോപ്പ് ആൻഡ് സൈഡ് റേക്ക് ഗ്രൗണ്ട് ഓൺ ദ ടൂൾ കൺട്രോൾ ദ ചിപ്പ് ഫ്ലോ ആൻഡ് ദിസ് റിസൾട്ട് ഇൻ എ ട്രൂ റേക്ക് ആംഗിൾ വിച്ച് is the direction of the which chip that shears away from the work passes. അപ്പോൾ അതിൽ ടോപ്പ് റേക്ക് ആംഗിൾ എന്ന് പറഞ്ഞാൽ അത് ചിപ്പ് ഫോർമേഷനായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്, സൈഡിലേക്ക് വരുന്നതാണ് ഇത് ഉദ്ദേശിച്ചത്. ഇനി ഫ്രണ്ട് ക്ലിയറൻസ് ആംഗിളിനെ കുറിച്ചാണ് പറയുന്നത്. ഫ്രണ്ടിൽ കൊടുക്കുന്ന ആംഗിൾ, ഫ്രണ്ടിൽ നിന്ന് താഴോട്ട് കൊടുക്കുന്ന ആംഗിൾ. അപ്പോൾ ഇതിൽ കാണിച്ചിട്ടുണ്ട് ഈ മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന ആംഗിൾ. ഈ ആംഗിളാണ് നമ്മൾ ഫ്രണ്ട് ക്ലിയറൻസ് ആംഗിൾ എന്ന് പറയാം. It is a slope between the front of the cutting edge to the perpendicular to the axis of the tool towards drawn downwards, which is known as front clearance angle. അപ്പോൾ ഫ്രണ്ട് ക്ലിയറൻസ് ആംഗിൾ എന്ന് പറയുന്നത് ആ ഫ്രണ്ടിൽ നിന്ന് പെർപെൻഡിക്കുലർ ആക്സിസ്, പെർപെൻഡിക്കുലർ കുത്തനെ വരുന്ന താഴോട്ട് വരുന്ന ചെരിവ്, അതാണ് ഫ്രണ്ട് ക്ലിയറൻസ് ആംഗിൾ എന്ന് പറയുന്നത്.
ദ സ്ലോപ്പ് ഈസ് ഫ്രം ദ ടോപ്പ് ടു ദി ബോട്ടം ഓഫ് ദ ടൂൾ. ഈ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ടോപ്പിൽ നിന്ന് മുകളിൽ നിന്ന് താഴോട്ടാണ് വരുന്നത്. ആൻഡ് പെർമിറ്റ്സ് ഓൺലി ദ കട്ടിംഗ് എഡ്ജ് ടു കോണ്ടാക്ട് വർക്ക് ആൻഡ് അവോയ്ഡ്സ് റബ്ബിങ് ആക്ഷൻ. ഇത് റബ്ബിങ് ആക്ഷൻ തടയാൻ വേണ്ടിയാണ്. നമുക്ക് വർക്ക് ഒരേ സമയം എല്ലാ ഭാഗം ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് നമ്മൾ ഫേസിങ്ങോ ചെയ്യുകയാണെങ്കിൽ മുകളിലും താഴെ ഒരേപോലെ ടച്ച് ചെയ്താൽ വർക്ക് നടക്കില്ല. അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുകളിൽ നിന്ന് നിർത്തിയിട്ട് താഴോട്ട് ചെരിവ് കൊടുത്തിരിക്കുന്നത്. ഇഫ് ദ ക്ലിയറൻസ് ഗ്രൗണ്ട് ഈസ് മോർ ഇറ്റ് വീക്കൺ ദ കട്ടിംഗ് എഡ്ജ്. ഈ ക്ലിയറൻസ് ആംഗിൾ ഒരു പരിധി കൂടുതലായി കൊടുത്താൽ ചിലപ്പോൾ കട്ടിംഗ് പോയിൻറ്റ് വീക്കൺ ആവുകയും പെട്ടെന്ന് മുകൾ ഭാഗം പൊട്ടിപ്പോകാനും സാധ്യതയുണ്ട്. ഇനി അടുത്ത് പറയുന്നത് സൈഡ് ക്ലിയറൻസ് ആംഗിൾ. സൈഡ് ക്ലിയറൻസ് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് താഴോട്ട്, അതായത് സൈഡിൽ നിന്ന് താഴോട്ടുള്ള ചെരിവാണ് കാണിച്ചിരിക്കുന്നത്. ദ ക്ലിയറൻസ് ആംഗിൾ ഈസ് ദ സ്ലോപ്പ് ഫോംഡ് ബിറ്റ്വീൻ ദ സൈഡ് കട്ടിംഗ് എഡ്ജ് ഓഫ് ദ ടൂൾ വിത്ത് എ ലൈൻ പെർപെൻഡിക്കുലർ ടു ദ ടൂൾ ആക്സിസ് ഡ്രോൺ ഡൗൺവേർഡ്സ് അറ്റ് ദി സൈഡ് കട്ടിംഗ് എഡ്ജ് ഓഫ് ദ ടൂൾ. അപ്പോൾ ഈ ക്ലിയറൻസ് ആംഗിൾ തന്നെയാണ് കൊടുക്കുന്നത്. അത് ഒരു സൈഡിൽ നിന്ന് മുകളിൽ നിന്ന് സൈഡിൽ നിന്ന് താഴോട്ട് കൊടുക്കുന്ന ഒരു പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ കൊടുക്കുന്ന ഒരു ഇതാണ് സൈഡ് ക്ലിയറൻസ് ആംഗിൾ. ദ സ്ലോപ്പ് ഈസ് ഫ്രം ദ ടോപ്പ് ഓഫ് ദി സൈഡ് കട്ടിംഗ് എഡ്ജ് ടു ദി ബോട്ടം ഫേസ്. ഈ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ആ സൈഡ് കട്ടിംഗ് എഡ്ജിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് കൊടുക്കുന്ന ആംഗിളാണ്. ദിസ് ഈസ് ആൾസോ ഗ്രൗണ്ട് ടു പ്രിവെൻറ്റ് ദ ടൂൾ ഫ്രം റബ്ബിംഗ് വിത്ത് ദി വർക്ക് ആൻഡ് അലൗസ് ഓൺലി ദ കട്ടിംഗ് എഡ്ജ് ടു കോണ്ടാക്ട് വർക്ക് ഡ്യൂറിങ് ടേണിങ്. ടേണിങ് ചെയ്യുമ്പോൾ ഇത് വർക്ക് എല്ലാ ഭാഗവും ഒരേപോലെ ടച്ച് ചെയ്യുന്നത് തടയാൻ വേണ്ടിയിട്ടും വർക്ക് റബ്ബിങ് ചെയ്യുന്നത് ഉരയ്ക്കുന്നത് തടയാൻ വേണ്ടിയിട്ടൊക്കെ ആണ് ഇത് ഉപയോഗിക്കുന്നത്. ദ സൈഡ് ക്ലിയറൻസ് ആംഗിൾ നീഡ്സ് ടു ബി ഇൻക്രീസ്ഡ് വെൻ ദ ഫീഡ് റേറ്റ് ഈസ് ഇൻക്രീസ്ഡ്. ഈ സൈഡ് ക്ലിയറൻസ് ആംഗിൾ ഫീഡ് റേറ്റ്സ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഫീഡ് റേറ്റ് കൂട്ടുകയാണെങ്കിൽ നമുക്ക് ക്ലിയറൻസ് ആംഗിളും ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇനി അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് സിംഗിൾ പോയിൻ്റ് കട്ടിംഗ് എഡ്ജ് ആംഗിൾസിനെ കുറിച്ചാണ്. ഇനി ഇതിൽ വേറൊരു ചെറിയ പാർട്ടാണ് ഹാൻഡ് ചേസേഴ്സ്. ഇതൊരു ബന്ധമുള്ളതല്ലത്. ഇത് ഈ ഹാൻഡ് ചേസർ നമ്മൾ ഉപയോഗിക്കുന്നത് ത്രെഡിങ് ചെയ്യാൻ വേണ്ടി, ഫിനിഷിങ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വി ഷേപ്പ്ഡ് ടൂളാണിത്. ത്രെഡിങ്ങായിട്ട് ബന്ധപ്പെട്ട ടൂളാണ്. ഹാൻഡ് ചേസേഴ്സ് ആർ ദി ഡിവൈസസ് which are used to remove less amount of material at the time of correcting and finishing thread. ഈ ത്രെഡൊക്കെ ഫിനിഷ് ചെയ്യുമ്പോൾ നമുക്കത് ഫിനിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളാണ് ഹാൻഡ് ചേസേഴ്സ്. ദർ ആർ 2 types ഓഫ് ഹാൻഡ് ചേസർ. ഹാൻഡ് ചേസർ 2 തരത്തിലുണ്ട്. എക്സ്റ്റേണൽ ത്രെഡ് ചേസറും ഇൻറ്റേർണൽ ത്രെഡ് ചേസറും. എക്സ്റ്റേണൽ ത്രെഡുണ്ട്, ഇൻറ്റേർണൽ ത്രെഡ് ചേസറും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അടുത്തത് ടൈപ്സ് ഓഫ് ഹാൻഡ് ത്രെഡ് ചേസേഴ്സ്. അത് 2 തരത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ചിത്രം നോക്കി അറിയാൻ പറ്റും. മുകളിൽ കാണിച്ചിരിക്കുന്നത് എക്സ്റ്റേണൽ, താഴെ കാണിച്ചിരിക്കുന്നത് ഇൻറ്റേർണൽ. പുറത്ത് ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ഹോളിൻ്റെ ഉള്ളിൽ ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതങ്ങനെ ഫിറ്റിംഗ് എങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ട്, വർക്ക് കാണിച്ചിട്ടുണ്ട്. ഇത് വർക്ക്. ഈ വർക്കിൻ്റെ മുകളിൽ ഹാൻഡ് ചേസർ ടൂൾ പോസ്റ്റിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ദേ ആർ മെയ്ഡ് അപ്പ് ഓഫ് റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ടൂൾ സ്റ്റീൽ ഹാർഡൻ ആൻഡ് ടെമ്പേർഡ് ആൻഡ് ഗ്രൗണ്ട് കറക്റ്റ് സൈസ്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ടൂളാണ് ഉപയോഗിക്കുന്നത്. ഹാർഡൻ ചെയ്തും ടെമ്പറും ചെയ്തിട്ടുണ്ടാവും. അറ്റ് ദി ഫ്രണ്ട് മൾട്ടി പോയിൻ്റ് കട്ടിംഗ് ടീത്ത് ഫോംഡ് ഇൻ ദി പ്രോപ്പർ റൈറ്റ് ആംഗിൾ ഓൺ ദി അതർ എൻഡ് ദി നാരോവർ ഫിക്സ് ദി ഹാൻഡിൽ. ഇതിനൊരു ഭാഗത്ത് ടീത്ത് ഫോം ചെയ്തിട്ടുണ്ട്, മറ്റൊരു ഭാഗത്ത് ഹാൻഡിൽ ഫിറ്റ് ചെയ്യാനുള്ള ഭാഗം ഉണ്ടായിരിക്കും. ദ ടീത്ത് പിച്ച് കറസ്പോണ്ട് ടു ത്രെഡ്. ഈ ടീത്ത് എന്ന് പറഞ്ഞാൽ ആ ത്രെഡിന് കറസ്പോണ്ട് ആയിരിക്കും. ഉദാഹരണം മെട്രിക് ത്രെഡാണെങ്കിൽ മെട്രിക് ചേസർ ഉപയോഗിക്കണം. അങ്ങനെ ഓരോന്നിനും ഓരോ കറക്റ്റായിട്ടുള്ള ചേസർ പറഞ്ഞിട്ടുണ്ട്, അത് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ദ ചേസർ റെസ്റ്റ് മസ്റ്റ് ബി കെപ്റ്റ് ക്ലോസ് ടു ദി വർക്ക് പീസ്. വർക്ക് പീസിനെ ചേർത്ത് വയ്ക്കുന്നു. സോ ദാറ്റ് ദ ചേസർ കനോട്ട് ബി ഡ്രാഗ്ഡ്. വർക്ക് പീസ് ശരിക്കും ചേർത്താണ് ഇത് വയ്ക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സിംഗിൾ പോയിൻ്റ് കട്ടിംഗ് ടൂളിൻ്റെ നോമൻക്ലേച്ചർ, അതുപോലെ ഹാൻഡ് ചേസേഴ്സിനെ കുറിച്ചാണ്. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.